അമേരിക്കൻ വിപണിയിലെ ഉയർന്ന വിലക്കയറ്റവും പലചരക്ക് സാധനങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും ക്രമാതീതമായ വിലവർധനവും നിയന്ത്രിക്കുന്നതിനായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരു സുപ്രധാന നയപരമായ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾക്കും ഏർപ്പെടുത്തിയിരുന്ന ഉയർന്ന ഇറക്കുമതി താരിഫുകൾ പിൻവലിച്ചുകൊണ്ട് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചു. രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഈ തീരുമാനം ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തിന് വലിയ ഉത്തേജനമാകും. ഇറക്കുമതി താരിഫ് കുറയ്ക്കുന്നതിലൂടെ വിദേശത്തു നിന്നുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് യു.എസ്. വിപണിയിൽ എത്തുന്നു. ഇത് രാജ്യത്തെ ആഭ്യന്തര വിലകളെ താഴോട്ട് കൊണ്ടുവരാൻ സഹായിക്കുകയും അതുവഴി മൊത്തത്തിലുള്ള പണപ്പെരുപ്പം കുറയ്ക്കുന്നതിലൂടെ സാധാരണ ഉപഭോക്താക്കൾക്ക് നേരിട്ടുള്ള ആശ്വാസം നൽകുകയും ചെയ്യും. കൂടാതെ താരിഫ് കുറയ്ക്കുന്ന നടപടിയിലൂടെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാകുന്നതോടെ വരാനിരിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പുകളിൽ ഭരണകൂടത്തിന് അനുകൂലമായ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാനും ഈ സാമ്പത്തിക നീക്കം ലക്ഷ്യമിടുന്നു. ആകെ 254 ഉൽപ്പന്നങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം താരിഫ് ഇളവ് പ്രഖ്യാപിച്ചത്. കാപ്പി, തേയില, ഉണക്കിയ പഴങ്ങൾ, പരിപ്പുവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പഴച്ചാറുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന ഇറക്കുമതി താരിഫുകളാണ് റദ്ദാക്കിയത്.